ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇപ്പം ടൈം ആക്ച്വലി 11 o'clock ആവാനായി. ഞാൻ അങ്ങനെയാണ് എഴുന്നേക്കാറ് വീട്ടിലുള്ളപ്പം. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, കാരണം മൈസൂർ എനിക്ക് മടുത്തു, എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സോ ഐ ജസ്റ്റ് കെയിം ഹിയർ. ഇവിടെ വന്നൊരു സമാധാനമാണ്. അപ്പം ഞാനങ്ങനെ ഇവിടെ എത്തി. ആൻഡ് പിന്നെ ആക്ച്വലി ഞാനൊരു 9:30 എഴുന്നേറ്റിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ എനിക്കൊരു കോൾ വന്നു, അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കോളൊക്കെ കഴിഞ്ഞു. കോൾ കുറച്ച് ലേറ്റായി കഴിയാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അങ്ങനെ സോ ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാം. പിന്നെ ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഞാനിങ്ങനെ എഴുന്നേറ്റ് ഞാനിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ഈ റിങ്. നിങ്ങൾക്ക് ഈ കയ്യിലൊരു റിങ് ഓർമ്മ ഉണ്ടോ? ഇറ്റ് വാസ് പ്രിറ്റി ബട്ട് ഇറ്റ്സ് മിസ്സിങ് ഗൈസ്. And I became so stressed and sad. എനിക്കറിയില്ല, ഇന്നലെ രാത്രി പുറത്തൊക്കെ പോയി വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയില്ല അതെവിടെ പോയെന്ന്. ഇനി അതും വേണ്ടാന്ന് വിട്ടച്ച് പോയോന്ന് എനിക്കറിയാം. എവിടെ പോയോ എന്തോ. ഞാൻ ഇങ്ങനെ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് ഞാൻ കണ്ടില്ല. പുറത്തുനിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ആക്ച്വലി റിങ് എൻ്റെ കയ്യിൽ ലൂസും അല്ല, അതല്ലേ കറക്റ്റായിരുന്നു, പക്ഷെ എനിക്കറിയാൻ മേല ഗൈസ് എന്തൊക്കെയോ നടക്കുന്നു. പിന്നെ വിചാരിച്ചു എന്തൊക്കെ പോകുന്നു. അപ്പം പിന്നെ ഈ റിങ്ങിനും എന്തുകൊണ്ട് പോയിക്കൂടാ. മേ ബി അതിനുമടുത്തപ്പോൾ അത് വിട്ടച്ച് പോയിണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാനിങ്ങനെ ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ റിങ് കാണാണ്ടായി. അപ്പം ടെൻഷനായി, അത് കുറേ തപ്പി ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇതങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ബെഡിൽ, ഒന്നും ചെയ്യാനില്ല. ഇനി എഴുന്നേറ്റ് പല്ല് തേച്ച് ചായ കുടിക്കണം ഗൈസ്. അതാണ് മെയിൻ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, വിശക്കുന്നു. അപ്പം ഞാൻ ഈ ബ്രഷ് ചെയ്ത് പൊട്ടി. ഓക്കെ എനിക്കതിൻ്റെ ശേഷം ഞാൻ ബ്രഷ് ചെയ്യാൻ വരാൻ നേരം എനിക്കൊരു കോളം കൂടി വന്നു. അപ്പോൾ അത് പിന്നെയും സംസാരിച്ചു, പിന്നെ അവിടെ ഇരുന്ന് പോയി. ഇവിടെ ആണെങ്കിൽ ഫുൾ കോളാണ്, മീൻസ് എല്ലാവരും വിളിക്കും ഇങ്ങനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് സംസാരിച്ച് കുറേ നേരം. ഇപ്പോഴാണ് ഞാൻ ബ്രഷ് ചെയ്യാൻ വന്നത് കേസ്. എവിടെ ബ്രഷ് എവിടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വന്നിരുന്നു. ഇന്ന് ചായക്ക് എന്താ പിട്ടാണ് ഗൈസ്. ഇവിടെ ഒരു ഞങ്ങളെ വീട്ടിലൊരു മെയിൻ ഡിഷാണ് പുട്ട്. എപ്പോഴും പുട്ട്. പക്ഷെ ഇന്നലെ പുട്ടല്ലായിരുന്നു, ഇന്നലെ അപ്പായിരുന്നു. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി പുട്ടാണ്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഹിയർ. ഓക്കെ, അത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കി വെക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് എന്ത് എടുത്ത് തിന്നാം ഗൈസ്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ട് എനിക്കിഷ്ടം ഗൈസ്. ഇത് എനിക്കിഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും ഗ്രീൻ പീസ് മസാലയും. ചായ കുടിച്ചതിന് ഞാൻ അങ്ങനെ വന്നിരിക്കും സോഫയിൽ കുറച്ച് നേരം. എന്നിട്ട് ഫോൺ ഇങ്ങനെ നോക്കി യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോന്നും കണ്ടിരിക്കും, റീൽസൊക്കെ കണ്ട് അങ്ങനെ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പം സ്ലൈസ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മുന്തി കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവിടെയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വീട്ടിൽ സ്ലൈസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആപ്പിൾ ഡ്രിങ്ക് അങ്ങനെ വേറൊരു ഡ്രിങ്കും ഞാൻ കുടിക്കില്ല, മാംഗോ ഡ്രിങ്ക് മാത്രമേ ഞാൻ കഴിക്കൂ. ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ എനിക്ക് കാഡ്ബറീൻ്റെ ഒരു ഡ്രിങ്ക് തന്നു. ഒരു റെഡ് കളർ. ഐ വാസ് ലൈക്ക് നോ, എനിക്ക് വേണ്ട, നിനക്കായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഇൻസ്റ്റമാർട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത്തോണ്ടാ
ഞാൻ അത് കഴിക്കില്ല. അപ്പോൾ കാരണം ഞാൻ മറന്നുപോയി മാംഗോ ഡ്രിങ്ക് ആയിരുന്നു എന്നൊക്കെ. അതാണ് എൻ്റെ ഒരു അവസ്ഥ. സോ ഇത് കുടിക്കാൻ വെച്ച് ഇതും എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ട് കുടിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കി റീൽസൊക്കെ കണ്ടേ. ഇന്ന് എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ഗൈസ്, ഇന്ന് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികൾ ഒന്നുമില്ല. എവിടേക്ക് ഫ്രണ്ട്സ് വിളിച്ചാൽ പുറത്ത് പോകണം അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ കാര്യമായിട്ട് വലിയ പരിപാടി ഒന്നുമില്ല. ഇന്ന് നല്ലൊരു ഫ്രീ ഡേ ആണ്. സോ അപ്പം ഞാൻ ബാക്കി റീൽസൊക്കെ കാണട്ടെ, അല്ലെ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഗൈസ് ഞാനിതാ ഇങ്ങനെ വീഡിയോസും റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരും ഉണ്ടാവില്ല. മറ്റു ഋതു ഉണ്ടാകുമ്പോൾ ഞാനും അവളും മാത്രമായിരുന്നു. ഇപ്പം ആരുമില്ല. അച്ഛമ്മ ഉള്ളത്, അച്ഛമ്മയും പുറത്ത് പോയി, നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി. ഞാൻ ലിറ്ററലി വീട്ടിലപ്പം ഒറ്റയ്ക്കാ. ഋതു ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നു. പക്ഷെ ഐ മിസ് ഹർ സീരിയസ്ലി. ഞാൻ അച്ഛനമ്മയും രാവിലെ പോകും. അവർ പിന്നെ ഒരു 7 o'clock ഈവനിങ് ഒക്കെ ആകുമ്പോൾ വരാം. ഉച്ചയ്ക്ക് ചിലപ്പോൾ അമ്മ ഫുഡ് കഴിക്കാൻ വരും. ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ അച്ഛനും വരും. അച്ഛൻ ഇന്ന് ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ ഓഫീസ്. അങ്ങനെയൊക്കെയാണ്. സോ ഞാനിങ്ങനെ ചുമ്മാ ബോറടിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാൻ. ഈവൻ മിക്കി വരെ ഭയങ്കര ബിസിയാണ് ഗൈസ്. മിക്കി ഈസ് ലൈക്ക്, ഞാൻ ഇന്ന് എഴുന്നേറ്റ് മുതൽ അവളെ ഞാൻ കണ്ടിട്ടില്ല. മറ്റ് ഡോറിന് വന്ന് മുട്ടലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവൾ വന്നതുമില്ല, ഞാൻ അവളെ കണ്ടില്ല. മേ ബി അവളിങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഷീ ഹാവ് സോ മെനി ഫ്രണ്ട്സ് ഹിയർ. കിട്ടി കുറേ ക്യാറ്റ്സ് ഉണ്ട്. അവളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോവാ, ഓരോ വീട്ടിലിങ്ങനെ വെറുതെ പോവും. എല്ലാവർക്കും അറിയാം, ഈ ഏരിയയിലെ മിക്ക എല്ലാ വീട്ടിലും അറിയാം അത് എൻ്റെ പൂച്ചയാണെന്ന്. അവരൊക്കെ പറയാം, എന്നെ കണ്ട അവരൊക്കെ പറയും, മിക്ക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവളിവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പം ഞാൻ ആണല്ലേ, ഓക്കെ ഫൈൻ, അങ്ങനെയാ സീനാണ് ഗൈസ്. അപ്പം ഇവള് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഇല്ല. പുള്ളിക്കാരി കറങ്ങാൻ പോയിട്ടുണ്ടാവും. എപ്പോഴാണാവോ വരിക. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സോഫയിലിരുന്ന് ഒരു പണിയും ചെയ്യാനില്ല, ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ നല്ല ബോറടിച്ചിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്, വിച്ച് ഇസ് എ വെരി സ്പെഷ്യൽ മന്ത് ഫോർ മീ. കാരണം എൻ്റെ ബർത്ത്ഡേ മന്ത് ആണ്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം എനിക്ക് ബർത്ത്ഡേ ഇസ് നോട്ട് സോ മച്ച് ഹാപ്പി. കാരണം ബിക്കോസ് അതിന് കുറേ റീസൺസ് ഉണ്ട്. പക്ഷെ ഇറ്റ്സ് മൈ ബർത്ത്ഡേ മന്ത്. കുറച്ച് ദിവസങ്ങൾ, ഇനി ഒരു 8 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആലോചിക്കുമ്പം ബട്ട് നോട്ട് സോ ലൈക്ക് എല്ലാ പ്രാവശ്യമുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഹാപ്പിനെസ്സും എനിക്ക് ഈ പ്രാവശ്യം ഇല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ കുറേ റീസൺസ് ഉണ്ട്. എന്തോ അങ്ങനെ ആ ഒരു ബർത്ത്ഡേ ഫീൽ വരുന്നില്ല, അതാണ് പ്രശ്നം. സോ അത്രേ ഉള്ളൂ. ഇനി ഇൻട്രസ്റ്റിംഗ് ഉള്ളപ്പം എടുക്കാം, അല്ലാതെ എടുത്തിട്ട് നിങ്ങൾക്കും ബോറടിക്കും. ഇതിനെ വെറുതെ. ഞാൻ കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു ചെറിയൊരു നാപ്പൊക്കെ എടുത്തു. പിന്നെ പോയി ഫ്രഷായി വന്നതാണ്. ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിക്കണം. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ടൈമൊക്കെ ഭയങ്കര ചൂടാ, പൊള്ളും നമ്മൾ ഇറങ്ങിയ, ടാനടിച്ച് ചാവും. സോ ഞാൻ പറഞ്ഞു നമുക്ക് പ്ലാൻ ചെറുതായിട്ട് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചാലോ, അല്ലെങ്കിൽ ഒരു നൈറ്റ് ഒരു 7:30, 8 ഒക്കെ ആകുമ്പോൾ അങ്ങനെ വെച്ചാലോ. കാരണം ഇപ്പം ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചൂടാ. താഴെ എന്തോ സൗണ്ട് ഉണ്ട്, എന്തോ പാത്രം വേണോ അത് കിട്ടില്ല. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞു. സോ പിന്നെ ഞാൻ കുറച്ച് ലേസിയാണ്. മാറ്റിയൊക്കെ ഇറങ്ങുക പറഞ്ഞ ഒരു വലിയൊരു ചടങ്ങാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വൈകുന്നേരം ആക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് വേർക്കും. അപ്പം നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അത്ര ചൂടില്ലല്ലോ. അപ്പം ഗൈസ് ഞാൻ വേഗം താഴോട്ട് പോയി ഇനി ചോറുണ്ണട്ടെ. അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഫുഡ് കഴിച്ചിട്ടാണ് വരിക, അതുകൊണ്ട് വെയിറ്റ് ചെയ്യണ്ട, കഴിച്ചോ എന്ന് പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനിനി പോയി കഴിക്കട്ടെ.
നോക്കൂ നിങ്ങൾ ആരാ ഇവിടെ വന്നേന്ന്. ആരാ എനിക്ക് കിട്ടിയേ? ഒരു സുന്ദരിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാ. ഇവിടെ നോക്കേ. ക്യാമറ മുഖം കാണിക്ക് കൊച്ചേ. ഹായ്, ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഹൗ ആർ യു ഓൾ ചോദിച്ചേ. അയ്യോ സുന്ദരി. ഗൈസ് നീ എവിടെ പോയതാ രാവിലെ? ചേച്ചിനെ എന്താ വന്ന് വിളിക്കാഞ്ഞേ? അയ്യോ ചൂടിലാ ചേച്ചിയുടെ ദേഷ്യത്തിലാ? ഗൈസ് ഇവിടെ ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ട്, കാരണം കാര്യമായിട്ടൊന്നും അവളങ്ങ് സംസാരിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ഞാൻ ചോറ് നൈസായി സ്കിപ്പ് ചെയ്തു, മാങ്ങ കഴിക്കാൻ വിചാരിച്ചു, ബിക്കോസ് അതാണ് കഴിക്കാൻ തോന്നുന്നത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒച്ചായയിലേക്ക് വന്നതാ. ഇഷാനെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണ്, എൻ്റെ അനിയനെ പോലെ അവൻ. അപ്പം ഇഷാനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ. അവൻ വന്നിട്ടില്ല, അവനെ വെയിറ്റ് ചെയ്യാണ്. സോ ചായ കുടിച്ചാലോ? ഈ 4 മണി 5 മണി ഇറ്റ്സ് ചായ ടൈം. ഇഷാനെ ലുക്കൊക്കെ പോയി കറുത്തുപോയി. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അവരെ ഫോൺ ഇങ്ങനെ വാങ്ങി നോക്കിയിരുന്നു. അവരത് 15 പ്രോയോ 14 പ്രോ ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫോണൊന്ന് പ്രോയിലേക്ക് അപ്ഡേറ്റ് ചെയ്താലോ എന്നൊരു ഇതുണ്ട്. സോ ഓരോ ഫോണൊക്കെ വെച്ച് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തൊക്കെയായിരുന്നു, ക്യാമറ അത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു എങ്ങനെയുണ്ട് ഏതുണ്ട് എന്നൊക്കെ. അതാണ് ഇപ്പം ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ മണ്ടത്തരതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് ഞാനിപ്പം മെമ്മറൈസിലാണ് വിത്ത് മൈ ഫ്രണ്ട്സ്. Guys, it's a tender coconut and it's good. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഗൈസ് ഞാൻ ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. ഞാൻ ഭയങ്കര പുറത്ത് ചില്ലിങ് ആയിരുന്നു ഗൈസ് ഫ്രണ്ട്സിൻ്റെ കൂടെ. സമയം 11 മണിയായി. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എത്തിയത്. എൻ്റെ ഫ്രണ്ട്സിനെ പിന്നെ കാണിക്കാതെ എന്താണെന്ന് വെച്ചാൽ അവർക്കാർക്കും ഇങ്ങനെ ക്യാമറയിലേക്ക് വരാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരാളെ പ്രൈവസി എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ ഞാൻ. സോ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചില ഷോട്ട്സൊക്കെ മിസ്സായി, കാരണം ഞങ്ങൾ കഥ അറിയായിരുന്നു. അപ്പോൾ പിന്നെ മറന്നുപോയി വ്ളോഗ് എടുക്കുന്ന കാര്യം, അതാണ്. സോ ഗൈസ്, അപ്പോൾ അതാണ്. പിന്നെന്താ പറയാ, വീട്ടില് അച്ഛനും അമ്മയും ഇല്ല, ലൈക്ക് അവര് പുറത്താണ്, അവരൊരു പരിപാടിക്ക് പോയതാ. ഞാൻ പിന്നെ പോയില്ല അവരുടെ കൂടെ. സോ പിന്നെന്താ പറയാനുള്ള, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതൊക്കെയാണ് അപ്പം ഇന്നത്തെ ദിവസം. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇടാം. ആൻഡ് ലൈക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗൊന്നും അല്ല അത്. കാരണം എൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം, ഞാൻ പറഞ്ഞില്ലായിരുന്നോ വൈകുന്നേരത്തിൽ ലൈക്ക് ഒരു ആഫ്റ്റർ 6 മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ. കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വെയിൽ ഭയങ്കര സീന, ടാൻ അടിച്ച് ഞാൻ ചാവും. ആൻഡ് ഭയങ്കര ചൂടാണ്, അതൊക്കെ കൊണ്ടും. സോ അവിടെ ഞാൻ അങ്ങനെ ലൈക്ക് ആ ടൈം പുറത്തിറങ്ങില്ല. അതുകൊണ്ട് 6-ന് ശേഷം ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ ഇറങ്ങും ചെയ്യും. അപ്പോൾ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് അത്ര വലിയ ഡീറ്റെയിലിംഗ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഇതാണ് എൻ്റെ ഒരു നോർമൽ ഡേ നടക്കുന്നത്. ഭയങ്കരമായ അല്ലാതെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഋതുവൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്ളോഗ് കുറച്ച് ബോറിംഗ് ആയിരിക്കും, ബ്ലോഗിങ് ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പം അതൊക്കെ ആയിരിക്കും, ഫണ്ണൊന്നും ഇരിക്കില്ല. സോ അത്രേ ഉള്ളൂ ഗൈസ്. ദിസ് ഇസ് മൈ ഡേ ഇൻ മൈ ലൈഫ്. ഇതൊരു ഡീറ്റെയിലിംഗ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ബട്ട് ദാറ്റ്സ് ഇറ്റ്. ഇന്ന് അത്രയ്ക്ക് തന്നെ നടന്നിട്ടുള്ളൂ. ഭയങ്കരമായ ഇതൊന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല.
So yeah, but guys, that's that, and stay tuned for my next vlog. Interesting vlogs are coming. And വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എൻ്റെ ബർത്ത്ഡേ ആണ് ആഫ്റ്റർ 8 days. 8 ദിവസം കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എന്തെങ്കിലുമൊക്കെ ഐ എം നോട്ട് സോ മച്ച് എക്സൈറ്റഡ്, കാരണം അത്രമാത്രം ഈ പ്രാവശ്യം എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്കില്ല. ഫോർ സോ മെനി റീസൺസ്. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് പറയാനും താല്പര്യമില്ല. സോ അതുകൊണ്ട് തന്നെ വലിയതൊന്നുമില്ല. എന്നാലും കൂടി എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര മറ്റേ എൻ്റെ ബർത്ത്ഡേ അല്ലേ വരുന്നേ, ലൈക്ക് അച്ഛനെ മറ്റേ എന്ത് ചെയ്യും, ഇവൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ മറ്റേ ഓ നിന്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലേ, ഓക്കെ യു ആർ ഹിയർ, ഓക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഭയങ്കര ഹൈപ്പൊക്കെ തരുന്നുണ്ട്. എന്താണാവോ അവരുടെ പരിപാടി, ഐ ഡോണ്ട് നോ. ആൻഡ് ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്സ്. എക്സ്പെക്ട് ചെയ്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോ യാ, ഓക്കെ, യു ക്യാൻ എക്സ്പെക്ട് സം എക്സൈറ്റിംഗ് വ്ളോഗ്സ് ഇനി വരുന്നതൊക്കെ. സോ യാ, ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. അൺടിൽ മൈ നെക്സ്റ്റ് വ്ളോഗ്.